ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അന്വേഷണമൊക്കെ നമുക്ക് പിന്നീട് നടത്താം. ആദ്യം അവനെ ലോക്ക് ചെയ്യണം. വക്കീൽ ഈ പറയുന്നത് പോലെ അവൻ അത്ര നിരപരാധിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് സത്യം അറിഞ്ഞേ പറ്റൂ. നമ്മുടേതല്ലാത്തൊരു കുഞ്ഞിന്റെ അച്ഛനും അമ്മയും നമ്മളിപ്പോ. അതേസമയം തൻ്റെ ഉള്ളില് നമ്മുടെ ജീവനുണ്ട്. രണ്ടും നമുക്ക് ഒരുപാട് പ്രിയപ്പെട്ടതാണ്. നമ്മുടെ മോളെ നമുക്ക് കിട്ടിയതും പിന്നീട് അവളെ നഷ്ടപ്പെട്ടതും ഒടുവിൽ വീണ്ടെടുത്തതുമെല്ലാം എത്ര കഷ്ടപ്പെട്ടാന്ന് തനിക്കറിയാലോ. സച്ചേട്ടാ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിയത് നമ്മുടെ മോളെ കിട്ടിയതിനു ശേഷം. നമ്മുടെ പ്രാർത്ഥനയ്ക്കും വഴിപാടുകൾക്കും എല്ലാം ഫലം ഉണ്ടായതും നമ്മുടെ മോളുടെ ഭാഗ്യം തന്നെയാണ്. പ്രതീക്ഷകളൊന്നും ഇല്ലാതിരുന്ന നമ്മുടെ ജീവിതത്തിൽ പുതിയ പ്രതീക്ഷകൾ തന്നതും നമ്മുടെ മോള. അവളെ നമുക്ക് വളർത്തി പഠിപ്പിച്ച് മിടുക്കിയാക്കണം. അവൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഉയരത്തിൽ നമുക്ക് അവളെ എത്തിക്കണം. അന്ന് ആ പള്ളിയുടെ നടയിൽ വെച്ച് ഞാൻ അവളെ കണ്ടില്ലായിരുന്നെങ്കിൽ അവളുടെ ജീവിതവും നമ്മുടെ ജീവിതവും വേറൊന്നാകുമായിരുന്നു. അവളെ നമുക്ക് വിധിച്ചിരുന്നതാ. അതുകൊണ്ടാ ആ സമയത്ത് ദൈവം തന്നെ അവിടെ എത്തിച്ചത്. അല്ലെങ്കിൽ പിന്നെ ആ ഭിക്ഷക്കാരി കുഞ്ഞിനെ കൊണ്ട് പള്ളിയുടെ മുറ്റത്ത് വരേണ്ട കാര്യമുണ്ടായിരുന്നു. ഇതൊക്കെ സംഭവിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാ അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ. ദൈവം അവളെ നമുക്ക് വിധിച്ചിരുന്നതാ. പക്ഷേ ഇപ്പൊ ഒരു കുഞ്ഞുകൂടി നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു. ഇതിനെല്ലാം ഏറ്റവും പ്രധാനമായി വേണ്ടത് തന്റെ ആരോഗ്യ, മനസ്സിന്റെ സമാധാനമാണ്. അഡ്വക്കേറ്റ് കൃഷ്ണഭദ്രൻ സാറാ. ഹലോ സാറേ. ആ സച്ചി, നാളെ രാവിലെ 11 മണിക്ക് ജഡ്ജിയുടെ വീട്ടിൽ അനൂപിനെ ഹാജരാക്കും. അത് പറയാനാ ഞാൻ വിളിച്ചത്. അവിടുന്ന് ജാമ്യം കിട്ടിയില്ല സാർ. ജാമ്യം കിട്ടും, ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്. എന്താ സാർ? ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നീടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലാണ്. അത് നിങ്ങൾ നോക്കണം. അതൊക്കെ ഞങ്ങൾ ഏറ്റു. ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ശരി, നാളെ കാണാം. ആ ശരി സാർ. ധനുഷിനെ കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കുമല്ലോ അല്ലേ? താൻ പേടിക്കണ്ട. ധനുഷിന് അതിനൊക്കെയുള്ള ധൈര്യമുണ്ട്. ചെങ്കൽമധുവിന്റെ ആളുകളുടെ കണ്ണു വെട്ടിച്ച അനുപെണ്ണം കൊണ്ട് പോകേണ്ടത്. ആ സമയത്ത് അവര് കണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ജഡ്ജിയുടെ വീട്ടുമുറ്റത്ത് അവരൊരു പ്രശ്നം ഉണ്ടാക്കില്ല. അത് പണിയാവുന്ന അവർക്കറിയാം. പക്ഷേ പിന്നീടുള്ള കാര്യങ്ങളാണ് സൂക്ഷിക്കേണ്ടത്. സച്ചേട്ടാ, ധനുഷിനൊന്ന് വിളിക്കേ. വക്കീല് പറഞ്ഞ കാര്യങ്ങൾ ധനുഷു അറിഞ്ഞിരിക്കണമല്ലോ. ആരാ? സച്ചേട്ടനാ. ഹലോ സച്ചേട്ടാ. ആ ധനുഷേ, അഡ്വക്കേറ്റ് കൃഷ്ണഭദ്രൻ സാർ വിളിച്ചിരുന്നു. നാളെ 11 മണിക്ക് അനുപേട്ടനെ ജഡ്ജിയുടെ വീട്ടിൽ ഹാജരാക്കണം. ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെ ആണല്ലോ അല്ലേ? ആ അതെല്ലാം ഓക്കെയാണ്. എല്ലാം ഞാൻ നോക്കിക്കോളാം. ശരി സച്ചേട്ടാ, ഞാൻ വിളിക്കാം. ഓക്കെ. എന്താ ഉദ്ദേശം? എനിക്കൊരു ഉദ്ദേശമില്ല. പിന്നെന്തിനാ സച്ചേട്ടൻ വിളിച്ചേ? അത് അഡ്വക്കേറ്റ് വിളിച്ച കാര്യം പറയാനാ എന്നെ വിളിച്ചത്. അത് ധനുഷിനോട് എന്തിനാ പറയുന്നത്? ഞാനൊരു കാര്യം പറയാം. അനുപെണ്ണെ രക്ഷിക്കാനാണെന്നും പറഞ്ഞ്
ആ ഗുണ്ടകളുമായിട്ട് തല്ലും പിടിയും ഉണ്ടാക്കാൻ ഇവിടുന്ന് പോവാൻ പറ്റില്ല. അതിനാര് പോന്നു? എനിക്ക് നാളെ വേറെ ജോലിയുണ്ട്. ഫോണിലൂടെ ചോദിക്കുന്നത് ഞാൻ കേട്ടു. നാളത്തെ കാര്യമല്ല ഓക്കെ അല്ലേ? എന്താ അതിനർത്ഥം? നാളത്തെ എന്തെങ്കിലും കാര്യം ധനുഷിനെ ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇനി ഇവളോട് സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം. ഞാൻ നാളെ അവരുടെ ഒപ്പം പോകുന്നുണ്ടെന്ന് ഇവൾ അറിഞ്ഞാ ഇവിടെ ഭൂകമ്പം ഉണ്ടാക്കും. ധനുഷ് എന്താ ആലോചിക്കുന്നത്? നീ എന്തിനാ എന്നെ ഇങ്ങനെ കുറ്റവാളിയെ പോലെ ചോദ്യം ചെയ്യുന്നത്? എനിക്ക് ധനുഷ് മാത്രമേ ഉള്ളൂ. വല്ലവർക്കും വേണ്ടി ഏതെങ്കിലും ഗുണ്ടകളുടെ കത്തിയുടെ മുമ്പിൽ ചെന്ന് കയറി കൊടുക്കാൻ നിന്നെ ഞാൻ വിടില്ല. അനൂപേടനെ രക്ഷിക്കേണ്ടവരെ രക്ഷിച്ചോളും. അതിന് ധനുഷിന്റെ ഒരു സഹായം ആവശ്യമില്ല. നീ ഇങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ നാളെ സ്ഥലത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ കൂടെ പോകുന്നുമില്ല. പിന്നെ ഫോൺ വിളിച്ചിട്ട് നമ്മളോട് ഒരു കാര്യം പറയുമ്പോ നമ്മളത് കേൾക്കാനുള്ള ഒരു സാമാന്യ മര്യാദ കാണിക്കണ്ടേ? അത്രേ ഉള്ളൂ. ഉറപ്പാണല്ലോ അല്ലേ? ഉറപ്പ്. നന്ദേട്ടൻ നേരത്തെ തീരുമാനിച്ച ആ മീറ്റിങ്ങിന് എനിക്ക് പോയേ പറ്റൂ. ചിലപ്പോ 2-3 ദിവസം കഴിഞ്ഞേ വരും. എന്നാലും സാരമില്ല. പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങിയിട്ട് വന്നാ മതി. ഓ, സമ്മതിച്ചു. നീ ഒന്ന് കിടന്നുറങ്ങാൻ നോക്ക്. ഇവളോട് സത്യം പറഞ്ഞാൽ നാളത്തെ പണി പാടും. എന്തു ചെയ്തിട്ടായാലും അനൂപേട്ടനെ രക്ഷിക്കണം. നാളെ രാവിലെ 11 മണിക്ക് ജഡ്ജിയുടെ വീട്ടിൽ അനൂപിനെ ഹാജരാക്കും. മനഃപൂർവ്വം അല്ലാത്ത നരഹത്യക്കാണ് പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. ആ സമയത്ത് അദ്ദേഹം മദ്യപിച്ചിട്ടുമില്ല. MECT കേസായിട്ടാണ് FIR ഇട്ടിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് സത്യമാണ്. മധു, ഈ ആക്സിഡന്റിനെ കുറിച്ച് നമുക്കൊന്നുകൂടി അന്വേഷിക്കണം. അവൻ മനഃപൂർവ്വം ചെയ്തതല്ലെങ്കിൽ പിന്നെ അവനെതിരെ പ്രതികാരത്തിന് ഇറങ്ങിയിട്ട് കാര്യമില്ലല്ലോ. വക്കീലെ, മനഃപൂർവ്വമാണെങ്കിലും അല്ലെങ്കിലും മരിച്ചുപോയത് എന്റെ പെങ്ങളാ. അന്വേഷണമൊക്കെ നമുക്ക് പിന്നീട് നടത്താം. ആദ്യം അവനെ ലോക്ക് ചെയ്യണം. വക്കീൽ ഈ പറയുന്നത് പോലെ അവൻ അത്ര നിരപരാധിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് സത്യം അറിഞ്ഞേ പറ്റൂ.